നമസ്കാരം കൂട്ടുകാരെ, ഡിജിറ്റൽ വീഡിയോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി 7.1 ആംപ്ലിഫയർ ആണ് ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് മുന്നേ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് 7.1 ഓർഡർ ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പാവങ്ങളുടെ 7.1 എന്നാണ് ഞാൻ ഇതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് പറയാനുള്ളത് ഈ ഒരു ഓഡിയോ സിസ്റ്റത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്പീക്കറുകൾ കാണിക്കുന്നുണ്ട്, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സബൂഫർ, ബോക്സ് എല്ലാം ഞാൻ ഈ വീഡിയോ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ കൂട്ടുകാരൊക്കെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ പറയുക, എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നേരെ നമുക്ക് ഈ ആംപ്ലിഫയറിൻ്റെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഇത് നമ്മുടെ ഒരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഒരു അടിപൊളി ആംപ്ലിഫയർ ആണ് ഈ ഒരു മോഡൽ. പ്രീമിയം സെഗ്മെന്റിൽ ലോ കോസ്റ്റിൽ വരുന്ന ഒരു 7.1 ആംപ്ലിഫയർ ആണ് ഈ ഒരു മോഡൽ. അപ്പൊ ഇത് നമ്മൾ ഫുൾ സിസ്റ്റം ആയിട്ടാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നത്. അപ്പൊ കസ്റ്റമർ നമുക്കൊരു JBL സബൂഫർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാ സംഭവങ്ങളും നമ്മളാണ് ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ ആംപ്ലിഫയറിന്റെ ഫ്രണ്ടേജിലേക്ക് വരാം. ഇതിനകത്ത് നമ്മളൊരു മാറ്റ് വിത്ത് ഗ്ലാസ് ടൈപ്പ് വരുന്ന രീതിയിലുള്ള ഒരു അടിപൊളി അക്രിലിക് പാനലാണ് ഈ ആമ്പിന് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ നെയിമും കൂടെ നമ്മളിവിടെ ലേബൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫസ്റ്റ് കൺട്രോളായിട്ട് നമ്മൾ സബിന്റെ വോളിയാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലായിട്ടാണ് നമ്മൾ പവർ ഓൺ ഓഫ് ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കുറേ നാളായിട്ട് ഈ സ്വിച്ച് നമ്മൾ കൊടുക്കാറില്ല. ഇപ്പോൾ കുറച്ച് നാളൊക്കെ ശേഷമാണ് നമ്മൾ വീണ്ടും ഈ ഒരു സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലായിട്ടാണ് നമ്മുടെ ഡിസ്പ്ലേ വരുന്നത്. പിന്നെ ഇവിടെയാണ് നമ്മുടെ USB കണക്റ്റിംഗ് പോർട്ട് വരുന്നത്. പിന്നെ ഇതിലായിട്ട് നമ്മൾ എൻകോഡർ കൊടുത്തിരിക്കണം. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ആംപ്ലിഫയറിന്റെ ഫ്രണ്ടേജിൽ വരുന്നത്. അപ്പൊ നേരെ നമുക്കിനി ആംപ്ലിഫയറിന്റെ ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ആംപ്ലിഫയറിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു ബാക്ക് സൈഡ് ഇതേപോലെയാണ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് നമ്മളിവിടെ ഒരു ഫ്യൂസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു AC കോഡ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ എല്ലാ ആമ്പിലും മാക്സിമം ഞാൻ ഇതേ റേഞ്ചിലുള്ള ഒരു AC കോഡ് തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. തീരെ കനം കുറഞ്ഞ മോഡലൊന്നും ഞാൻ ആർക്കും അങ്ങനെ കൊടുക്കണില്ല. അപ്പം എല്ലാവർക്കും ഇത് തന്നെയാണ് ഞാൻ കോമൺ ആയിട്ട് കൊടുക്കണത്. പിന്നെ നമ്മുടെ സ്പീക്കർ ഔട്ട്പുട്ടുകളാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന സോക്കറ്റൊക്കെ. ഇതിനകത്ത് ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, അതുപോലെ തന്നെ സറൗണ്ട്. ഇതിൽ നമുക്ക് സറൗണ്ട് 2 സറൗണ്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് 2 സറൗണ്ട് വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് 4 ചാനലായിട്ടാണ് നമുക്ക് വർക്ക് ചെയ്യുക. അപ്പൊ സറൗണ്ട് ബാക്ക്, അതുപോലെ സറൗണ്ട് സെന്റർ, അങ്ങനെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു സെന്റർ, പിന്നെ സബൂഫർ. പിന്നെ ഇതിനകത്ത് നമുക്ക് എക്സോസ്റ്റിംഗ് ആയിട്ട് നമ്മളിവിടെ ഒരു ഫാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ആംപ്ലിഫയറിന്റെ ബാക്ക് സൈഡിൽ നമ്മളൊരു അക്രിലിക്കൊക്കെ വെച്ചിട്ട് ആവശ്യമില്ലാത്ത പോർട്ടുകളൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്യൂടെക്കിന്റെ 18 ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡീകോഡറാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വന്നിട്ട് നമുക്ക് HDMI, IRC, അതേപോലെ തന്നെ കോയാക്സിയൽ, പിന്നെ ഒപ്റ്റിക്കല്, അങ്ങനെയാണ് ഇതിനകത്ത് 3 ഇൻപുട്ട് സോഴ്സ് വരുന്നത്. പിന്നെ ഇതിൽ നമ്മൾ 2 ഓക്സ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഡീകോഡറിൽ ഒരു ഓക്സ് ഉണ്ട്, അത് നമുക്ക് USB ബ്ലൂടൂത്ത് ഒക്കെ നമ്മൾ ഇതിലേക്ക് കണക്ട് ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഇന്ത്യയിൽ പോകുമ്പോൾ ഞാൻ കൃത്യമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ പറയാം. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ആംപ്ലിഫയറിന്റെ ബാക്ക് സൈഡ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ആംപ്ലിഫയറിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ നോക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിന്റെ ടോട്ടൽ ഇൻസൈഡ് ആയിട്ടുള്ള ഒരു വ്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രാൻസ്ഫോമർ തൊട്ട് തന്നെ തുടങ്ങാം. ഈ ആംപ്ലിഫയറിൽ നമ്മൾ ടൈപ്പ് 16 3 ഇഞ്ച് കോറിലുള്ള ട്രാൻസ്ഫോമറാണ് നമ്മളിവിടെ യൂസ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പെർ ചാനൽ 40 വാട്ട്സ് കിട്ടുന്ന ഒരു പവർ ആമ്പാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. 7 ചാനലിലും 40 വാട്ട്സ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഏകദേശം 20 വോൾട്ടിന് മുകളിലേക്ക് നമ്മൾ ഇതിനകത്ത് AC കറണ്ട് കൊടുത്തിട്ടുണ്ട്. 22 വോൾട്ടാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ 40 വോൾട്ട് 40 വാട്ട്സ് ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് TDA 7292 എന്ന് പറയുന്ന IC ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 7 ചാനലിലും നമ്മൾ ആ IC തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ തന്നെ ഒരു പവർ ആമ്പാണ്. അപ്പൊ ഇതിന് ഞാൻ ഫുള്ളായിട്ട് ഇപ്പൊ ഈ കസ്റ്റമർ പറഞ്ഞ രീതിയിൽ നമ്മൾ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്.
കസ്റ്റമർ ഫുള്ളായിട്ട് നമുക്കൊരു ഐഡിയ തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം ആംപ്ലിഫയർ വേറെ ഉപയോഗിച്ചിരുന്നതാണ്. അപ്പൊ ആകുമ്പോൾ നമുക്കിവിടെ റീവർക്കിന് തന്നതാണ്. പിന്നെ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് എന്തായാലും ചെയ്യുമ്പോൾ നല്ലത് ചെയ്യാം, ഇപ്പൊ അതും ഇനി വേറെ പണിയുണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അത് ഏകദേശം കുറച്ച് വർഷങ്ങളോളം കസ്റ്റമർ ഉപയോഗിച്ചിരുന്നതാണ്. അപ്പൊ അതിനെ വിട്ടിട്ട് ആളെൻ്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് ഈ ആമ്പ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഒരു വർക്ക് ചെയ്യുന്നത് കസ്റ്റമർ എന്താണോ പറയണത് ആ രീതിയിലാണ് നമ്മൾ ചെയ്യണത്. അതായത് കസ്റ്റമർ ഒരു ബോർഡ് മേടിച്ചുകൊണ്ട് വന്നിട്ട് ആമ്പുണ്ടാക്കി കൊടുക്കണ പരിപാടിയല്ല. കസ്റ്റമർ എന്താണ് ആഗ്രഹിക്കുന്നത് അതാണ് ഞാൻ എപ്പോഴും എയിം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ മനസ്സിലുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്യണത്. പിന്നെ നമ്മുടെ എല്ലാ ആമ്പിലുള്ള പോലെ തന്നെ മാക്സിമം ഔട്ട്പുട്ടാണ് ഈ ആമ്പിനുള്ളത്. ഡിസ്റ്റോഷൻ വളരെ വളരെ കുറവാണ്. മാക്സിമം നമുക്ക് വോളിയം തുറക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് 80% എഫിഷ്യൻസി ഉള്ള ആംപ്ലിഫയറുകളാണ് നമ്മളിവിടെ നിർമ്മിക്കുന്നത്. നല്ല രീതിക്ക് തന്നെ ആംപ്ലിഫയർ നല്ല പോലെ വോളിയം തുറക്കാൻ പറ്റും. നമ്മുടെ കമ്പനി സെറ്റിലൊക്കെ ഉള്ള പോലെ തന്നെ മാക്സിമം വോളിയം നമുക്ക് നല്ല പോലെ പൊക്കി കൊണ്ടുവരാൻ പറ്റും. യാതൊരു വക പതറുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എരച്ചില്, ഹമ്മിങ്, നോയ്സ് അങ്ങനെയുള്ള യാതൊരു ഇഷ്യൂസ് ഉണ്ടാവില്ല. പക്ക ക്ലീൻ ഓടിയായിരിക്കും സംഭവം. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ആമ്പിലും നമ്മൾ ഈ കസ്റ്റമറിന് വേണ്ടി നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. പേരിനും നമ്മൾ കൊടുത്തിരിക്കുന്നത് TDR 7292 എന്ന് പറഞ്ഞ IC ആണ് കൊടുത്തിരിക്കുന്നത്. അതിലൊരു ചാനൽ നമ്മൾ ബ്രിഡ്ജ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി ഈ ബോർഡിൽ നമ്മൾ ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ടായി ലെയിൽ സർക്യൂട്ടിൽ. അപ്പൊ നമ്മളിവിടെ അതിനുവേണ്ടി നമ്മളിവിടെ ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ചാനൽ നമ്മൾ ബ്രിഡ്ജ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഹീറ്റ് സിങ്ങും നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതങ്ങനെ വെട്ടിത്തിളയ്ക്കുന്ന രീതിയിലുള്ള ഹീറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു മൈൽഡ് ആയിട്ടുള്ള ഹീറ്റാണ് ശരിക്കും ഇതിനകത്തുള്ളൂ. ശരിക്കും ഈ ICക്ക് ഇതിലും കൂടുതൽ വോൾട്ടേജ് കൊടുക്കണം. പക്ഷെ ഞാൻ ഈ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ആ ഒരു വോൾട്ടേജിൽ അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സെക്ഷൻ വന്നിട്ട് ഈ രീതിയിലാണ് നമ്മൾ മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സബിന്റെ സെക്ഷനിൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് മോസറ്റ് ബോർഡാണ്. അപ്പൊ നമ്മൾ തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഒരു മോസറ്റ് ബോർഡാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. 200 വാട്ട്സ് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു പവർ ആമ്പാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നല്ല പോലെ നമ്മൾ ഡ്രൈവ് ഒക്കെ മാറ്റി നല്ല രീതിയിൽ തന്നെ ഔട്ട്പുട്ട് എടുക്കുന്ന രീതിയിലാണ് ഈ ഒരു പവർ ആമ്പ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ 2 പവർ ആമ്പിനും നമ്മൾ സെപ്പറേറ്റ് പവർ സപ്ലൈ ആണ് നമ്മൾ വൈൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ബോർഡിൽ ഇൻബിൽട്ട് ആയിട്ട് ഇതിന്റെ പവർ സപ്ലൈ വരുന്നുണ്ട്. പിന്നെ നമ്മൾ സബൂഫറിന്റെ ബോർഡിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പവർ സപ്ലൈ മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മുടെ റിമോട്ട് കിറ്റിനുള്ളതും അതേപോലെ തന്നെ ഫാൻ പ്ലസ് ലൈറ്റിനുള്ളതും നമ്മൾ ഇതിനകത്ത് സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്യൂടെക്കിന്റെ എക്സോബാസ് എന്ന് പറയുന്ന റിമോട്ട് കിറ്റാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഓഡിയോ പ്രൊസസർ വരുന്നത് R2S ആണ് വരുന്നത്. നമ്മുടെ FR സീരീസ് അല്ല വരുന്നത്, R2S ആണ് വരുന്നത്. അപ്പൊ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്കിതിന്റെ ഒന്നുകൂടി മുന്നോട്ട് വന്നു തന്നെ പറയാം. ഇപ്പോൾ അവര് ഒന്നുകൂടി നല്ല രീതിയിൽ തന്നെ R2S ഒക്കെ ഇട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ബക്ക് ബോർഡാണ് ഇതിന്റെ പവർ സപ്ലൈയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ബാസ്റ്റബിളും സബൂഫറിന്റെ ഔട്ട്പുട്ടും നമ്മൾ സെപ്പറേറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൽ ബാസ്റ്റബിൾ നമ്മൾ ചെറിയൊരു ഓൾട്രേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് സബൂഫർ നമ്മൾ നമ്മൾ വേറെ സെപ്പറേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് എങ്ങനെയാണ് സബ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ കൃത്യമായിട്ട് തന്നെ ഒരു വീഡിയോ നമ്മൾ അതിന് വേണ്ടി മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തപ്പി കഴിഞ്ഞ് വീഡിയോ ഉണ്ട്. അധികം വൈകിട്ടൊന്നുമില്ല, നമ്മൾ ഇട്ടിട്ട് അധികം നാളായിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിന്റെ അധികം വീഡിയോ ഒന്നും കിട്ടിയില്ല. കാരണം എല്ലാവർക്കും ഓരോ പുതിയ കാര്യങ്ങൾ കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുമ്പോഴൊന്നും നമുക്ക് യാതൊരു വ്യൂസ് കാര്യങ്ങളൊന്നും അങ്ങനെ കയറണില്ല. പിന്നെ നമ്മള് അടുത്തായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ സബുപ്രിയാണ്. സബുപ്രി നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ബോർഡാണ്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ ടോൺ മേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് നമ്മളൊരു ഫ്രീക്വൻസി കൺട്രോളും നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി നമ്മൾ പുറത്തേക്ക് ഇട്ടിട്ടില്ല, നമ്മളൊരു ഫിക്സഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം ബോക്സ് ഞാനാണ് ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. കസ്റ്റമർ എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ ഇതനുസരിച്ചിട്ട് കറക്റ്റ് ട്യൂൺ ചെയ്താൽ മതി. അപ്പൊ ഞാൻ ആ രീതിയിൽ തന്നെ കറക്റ്റ് കണക്കാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല സ്മൂത്ത് ബാസാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. സ്മൂത്ത് ആൻഡ് ഡീപ്പ് ബാസാണ്, കേൾക്കാൻ അസാധ്യ ക്വാളിറ്റിയാണ്. നമ്മുടെ ഈ ചാനലും സബും തമ്മിൽ വളരെയധികം മാച്ച് ചെയ്ത് നല്ല ഒരു ക്ലീൻ ഓഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ഓഡിയോ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്.
പിന്നെ സ്പീക്കർ പ്രൊട്ടക്ഷനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അൾട്രാ ഡിജിറ്റലിന്റെ 8 ചാനൽ പ്രൊട്ടക്ഷൻ ബോർഡാണ്. അപ്പൊ നമ്മളിതിനകത്ത് ടൈം ഡിലേ ഒന്നും ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ആസ് യൂഷ്വൽ ഉള്ള പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഫ്യൂടെക്കിന്റെ 8 ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ 3 ഡീകോഡറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ മുന്നത്തെ ഡീകോഡറിനും ഇതിനെ പറ്റിയിട്ട് ഞാൻ വേറെ വീഡിയോ ചെയ്യാം, എന്തൊക്കെയാണ് അതിൽ ഇമ്പ്രൂവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതൊക്കെ വേറെ വീഡിയോ കൂടെ ഞാൻ കൃത്യമായിട്ട് പറയാം. ഇതിനകത്ത് 2 കൂളർ ഫാൻ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു കൂളർ ഫാൻ വന്നിട്ട് എയർ ഇന്നും, ഒരു കൂളർ ഫാൻ വന്നിട്ട് എയർ ഔട്ട് ആവുന്ന രീതിയിലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ റിമോട്ട് കിറ്റിൽ വന്നിട്ട് നമുക്ക് USB ഇൻബിൽട്ട് പ്രോഗ്രാമാണ്. USB ഫ്ലാക്ക് വേവ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ ബ്ലൂടൂത്തും നല്ല ക്വാളിറ്റി ഉള്ള തന്നെയാണ്. 4.2 ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്നത്, ഇതിനകത്ത് എല്ലാ ഓഡിയോസും നമുക്ക് പ്രൊലോജിക് 2 ആയിട്ട് കൺവേർട്ട് ആവും. അതായത് ഇതിന്റെ ഓഡിയോ ഔട്ട്പുട്ട് വന്നിട്ട് മിനി ഡീകോഡറിൽ വന്ന് അവിടെ നിന്നാണ് ശരിക്കും ഓഡിയോ പുറത്തേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കണ ബ്ലൂടൂത്ത് ആയാലും പെൺഡ്രൈവ് ആയാലും ഏത് അനലോഗ് ഓഡിയോ, അതായത് നമ്മൾ കൊടുക്കണ ഓക്സ്, ബ്ലൂടൂത്ത്, പെൺഡ്രൈവ്, ഈ ഓഡിയോസ് ഒക്കെ തന്നെ ഇതിനകത്ത് പ്രൊലോജിക് 2 കൺവേർട്ട് ആവും. അതായത് നമുക്കൊരു സ്റ്റീരിയോ വരാണെന്നുണ്ടെങ്കിൽ പക്ക പ്രൊലോജിക് 2 നമ്മുടെ ഈ ഡീകോഡർ കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ നമ്മുടെ റിമോട്ട് കിറ്റിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓഡിയോ കേൾക്കാൻ തന്നെ നമുക്കൊരു ഏതൊരു ഓഡിയോ ഇട്ടാലും കറക്റ്റ് നമുക്കൊരു 5.1 പോലെ തന്നെ ഈ ഒരു സംഭവം ഔട്ട്പുട്ട് ചെയ്യും. നല്ല പക്ക സ്റ്റീരിയോ ആണെന്നുണ്ടെങ്കിൽ നോക്കണ്ട, നല്ല ഓഡിയോ റിസൾട്ടാണ്. ശരിക്കും നമുക്കൊരു 5.1 ശരിക്കും നമുക്കൊരു TV കൊടുത്താലും USB പാട്ട് വെച്ചാലും നമുക്ക് ആ ഒരു അക്യുറേറ്റ് ഫീല് നമുക്ക് ശരിക്കും ഇതിനകത്ത് കിട്ടും. പിന്നെ ആംപ്ലിഫയറിന്റെ ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. நான் முதலாய் எழுதிய காதலிசை, அதற்கொரு ஆதார ஸ்ருதி நீ. வாராயோ வாராயோ காதல் கொள்ள, உன்னோடு பேசாத காற்று இல்ல, எந்த காதலோ நேற்று இல்ல, நீயே சொல்வனே. பூப்போல் என் நெஞ்சை கொய்தவள், மின்னலாய் மின்னலாய் என் பார்வை பறித்தவளோ. நகரும் நெருப்பாய் கொழுந்து விட்டெறிந்தேன், அணைந்த பின்னே அனலின் மேலிருந்தேன், காலை பனியாக என்னை வாரி கொண்டாமா இவன் பாடு இந்த பெண்மை அறியாதா. அஞ்சனா
என் நெஞ்சம் என்ன மெத்தைதானா கூறாய் நீ கூறாய் என்னை பூட்டி கொண்டாயே வாராய் வெளிவாராய் இனி என்னை விட்டு எங்கும் செல்ல மாட்டாய் மாட்டாயே பேரே தெரியாத பறவை அழைத்ததே மனமும் பறந்ததே இதயம் இதமாய் மிதந்ததே தாராய் தாராய் என் தாகம் தாண்டி நூறாய் பாராய் பாராய் நானும் நானே தீவாய் கொய்யும் கண்கள் மீறும் பேசுமா ஒரு மாலை இளவெயில் நேரம் அழகான ஒரு காலம் சற்று தொலைவிலே அவள் முகம் தான் அங்கே தொலைந்தவன் நானே இது ஒரு தனி உறவா இல்லை இருவரின் வரவா என்றாலும் சந்தனதன்றலை ஜன்னல்கள் தண்டித்த நியாயமா நியாயமா காதலன் கே நியாயமா காதலன் கேள்விக்கு கண்களின் பதில் என்ன மௌனமா மௌனமா பெண்ணே பெண்ணே பூலோகம் இல்லாமல் தூங்கி போன பெண்ணே புல்லோடு பூவேழும் ஓசை கேட்கும் பெண்ணே நாம் இரவின் மடியில் பிள்ளைகளாகும் பாலூட்டானிலவுண்டு வெண்ணிலவே வெண்ணிலவே விண்ணை தாண்டி வருவாயா விளையாட ஜோடிச்சு கண்ணுக்குள் நீதான் கெட்ட கரவர கேட்டு உன்னை சுமக்கவா புதிரும் அழகு உனக்கு ஏதானா எழுதி கொடுக்கவா மையிட்ட கண்ணே உன்னை மறந்தால் இருந்தேன் நானு உருகுத மருகுத ஒரே பார்வையாலே உலகமே சுழறுதே உன்னை பார்த்ததாலே தங்கம் உருகுதா தங்கம் காதகுதா வெக்கம் உடையுதா முத்தம் தோடருதா சுகிதா